ഫുക്കറ്റ് ക്രാബി അടങ്ങുന്ന തായ്ലൻഡ് യാത്രയുടെ ആദ്യ ദിനം കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും നാം ഫുക്കറ്റിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. എയർ ഏഷ്യയുടെ ഫ്ലൈറ്റിലാണ് അതിരാവിലെ 2:45 പുറപ്പെട്ട് ഫുക്കറ്റിൽ രാവിലെ 8 മണിയോടുകൂടി എത്തിച്ചേരുന്ന രീതിയിലാണ് നമ്മുടെ ഫ്ലൈറ്റ് യാത്ര അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ത്രിവേണി ട്രാവൽസിനോടൊപ്പം 20 പേർ അടങ്ങുന്ന സഹയാത്രികർക്കും ടൂർ മാനേജർ മുരളിക്കുമൊപ്പം കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും യാത്ര തിരിച്ച് സുഖകരമായ ഒരുറക്കത്തിനും ഒക്കെ ശേഷം ഫുക്കറ്റിൽ എത്തിച്ചേരുകയും അവിടെ നിന്നും രാവിലെ ചെക്കൗട്ട് ചെയ്ത് അവിടുത്തെ എയർപോർട്ടിൽ തന്നെയുള്ള ഒരു ചെറിയ ഹോട്ടലിൽ നിന്നും പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്കായി ഒരുക്കിയിരിക്കുന്ന ബസ്സിൽ ഇപ്പോൾ നാം ഫുക്കറ്റ് സിറ്റി ടൂർ ആരംഭിച്ചിരിക്കുകയാണ്. ടൂറ് എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് പോകേണ്ടത്, എന്തൊക്കെയാണ് കാണേണ്ടത് എന്ന് നമ്മുടെ ലോക്കൽ ടൂർ ഗൈഡായ താനിയ ബസ്സിൽ വെച്ച് നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. അത്യാവശ്യം മനസ്സിലാവുന്ന രീതിയിൽ ഇംഗ്ലീഷിലൊക്കെയാണ് താനിയയുടെ ഫുക്കറ്റിനെ പറ്റിയുള്ള വിവരണം. ഇങ്ങനെ ഈ വിവരണവും ഒക്കെ കേട്ട് ഫുക്കറ്റിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ കണ്ട് ബസ്സിൽ നാം യാത്ര ചെയ്യുകയാണ്. 4 വരി പാത വളരെ വിശാലമായി വളരെ മനോഹരമായി ഒരുക്കിയിരിക്കുന്ന ഒന്നാണ് യാത്രികരെ സംബന്ധിച്ചിടത്തോളം. സൈഡെങ്ങും ധാരാളം പച്ചപ്പുകളും വൃക്ഷങ്ങളും റോഡിന് ഇരുവശങ്ങളിലും നടുക്കും ഒക്കെയായി വെട്ടി ഒരുക്കിയിരിക്കുന്ന മനോഹരമായ ചെടികളും ഒക്കെ നിറഞ്ഞതാണ് ഈ ഫുക്കറ്റിൻ്റെ മനോഹരമായ പ്രകൃതി. അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ നന്നായി വികസിപ്പിച്ചിട്ടുള്ള ഒരു കൊച്ചു ദ്വീപാണ് ഈ ഫുക്കറ്റ് എന്ന് പറയുന്നത്. തായ്ലൻഡ് എന്ന രാജ്യത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന 32 ദ്വീപുകളടങ്ങുന്ന ഒരു ദ്വീപ സമൂഹമാണ് ഈ ഫുക്കറ്റ് എന്ന ദ്വീപും ഈ ഫുക്കറ്റ് എന്ന പ്രൊവിൻസും. അങ്ങനെ എയർപോർട്ടിൽ നിന്നും സിറ്റിയുടെ മനോഹരമായ കാഴ്ചകളും കണ്ട് ബസ്സിൽ നാം മുന്നോട്ട് പോകുമ്പോൾ നാം സഞ്ചരിക്കുന്ന റോഡിന് ഇരുവശങ്ങളും ചെറിയ ചെറിയ കടകളും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളുമൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അത്രയേറെ യാത്രികരെ കൊണ്ട് തിങ്ങി നിറയാത്ത ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഫുക്കറ്റും ക്രാബിയും. ഈ ത്രിവേണി ടൂറിസിൻ്റെ തന്നെ കന്യയാത്രയാണ് ഇന്ന് നാം എത്തിച്ചേർന്നിരിക്കുന്ന ഈ ഫുക്കറ്റ് ക്രാബി എന്ന 2 ദ്വീപുകളിലേക്കുള്ള 5 ദിവസം അടങ്ങുന്ന യാത്ര. കാരണം യാത്രികർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കി വരുന്നതേയുള്ളൂ. ബാങ്കോക്കോ പട്ടായയോ പോലെ നമുക്കിവിടെ ഒന്നും പ്രതീക്ഷിക്കാൻ വകയില്ല. എന്നാലും ഈ ഫുക്കറ്റിനെയും ക്രാബിയെയും പ്രവാസി താണങ്ങളായി, പ്രവാസി കേന്ദ്രങ്ങളായി, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി ഒരുക്കിക്കൊണ്ടുവരികയാണ് ഇവിടുത്തെ ഭരണകൂടം. ധാരാളം സാധ്യതകളുള്ള 2 ചെറിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസാണ് ഫുക്കറ്റും ക്രാബിയും. ജലവിനോദങ്ങൾക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ളത്. കാരണം 32 ദ്വീപുകളിൽ മനുഷ്യവാസമില്ലെങ്കിലും കുറച്ച് ദ്വീപുകളിൽ മാത്രമേ മനുഷ്യവാസവും മനുഷ്യന് സഞ്ചരിക്കാവുന്ന കടൽ തീരവും മനുഷ്യന് വിശ്രമിക്കാൻ പറ്റുന്ന ഇടങ്ങളും ഒക്കെയുള്ളൂ. 2004 സുനാമി നന്നായി തന്നെ തകർത്തെറിഞ്ഞ ഒരു പ്രദേശം കൂടിയാണ് ഈ ഫുക്കറ്റും ക്രാബിയും, ഒപ്പം തായ്ലൻഡും. ഇങ്ങനെ ഈ മനോഹരമായ ദ്വീപിൻ്റെ
വിശാലമായ പാതകളിലൂടെ നാം മുന്നോട്ട് ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ നമുക്കൊപ്പവും നമുക്ക് എതിർദിശയിലും ധാരാളം ടൂറിസ്റ്റുകൾ പോകുന്നത് കാണാൻ നമുക്ക്. നമ്മുടെ ലോക്കൽ ബസ് ഡ്രൈവറായ ഇവിടുത്തെ ലോക്കൽ ഡ്രൈവറായ അദ്ദേഹം വളരെ ജാഗ്രതയോടെയാണ് ബസ് മുന്നോട്ടെടുക്കുന്നത്. യാത്രികർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ അത്ര മനോഹരമായി അത്ര സേഫായി ബസ് ഓടിക്കുന്നതിൽ വളരെയേറെ പ്രാവീണ്യം നേടിയ ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ ഈ ലോക്കൽ ഡ്രൈവർ. അങ്ങനെ അനേകം സിഗ്നലുകളും ഒക്കെ കടന്ന് മറ്റനേകം വാഹനങ്ങൾക്കൊപ്പം ഇപ്പോൾ നാം നമ്മുടെ ആദ്യ ഡെസ്റ്റിനേഷനായ ചൈനീസ് ടെമ്പിൾ കാണാനാണ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും കുറേ ദൂരം കൂടി സഞ്ചരിച്ചാൽ മാത്രമേ ചൈനീസ് ടെമ്പിൾ എത്തിച്ചേരുകയുള്ളൂ. ആ ചൈനീസ് ടെമ്പിൾ കാണുകയും അതിനുശേഷം ചൈനീസ് ടെമ്പിളിനോട് ചേർന്ന് ഉള്ള ഒരു പഴയ ഫുക്കറ്റ് ചൈനീസ് മാർക്കറ്റ് കാണുകയുമാണ് ഇന്നത്തെ പ്രധാന ലക്ഷ്യം നമ്മുടെ ഉച്ചഭക്ഷണത്തിന് മുമ്പ്. അങ്ങനെ മനോഹരമായ ധാരാളം കാഴ്ചകളും കണ്ട് നാം മുന്നോട്ട് നീങ്ങുമ്പോൾ റോഡിന് നടുവിലായി ധാരാളം പനകൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. എങ്ങും തിങ്ങി നിറഞ്ഞ് ഒഴുകുന്ന വാഹനങ്ങൾ. എല്ലാ വാഹനങ്ങളും പ്രവാസികളെയും കൊണ്ട് ഇവിടുത്തെ വിവിധ റിസോർട്ടുകളിലേക്കും ദ്വീപുകളിലേക്കും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലേക്കും ഒക്കെ നീങ്ങുന്ന വാഹനങ്ങളാണ് എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. പ്രകൃതിയുടെ ഹരിതാപമായ മടിത്തട്ടിൽ എങ്ങും മനോഹരമായ ദൃശ്യങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. റബ്ബറും തെങ്ങും ഒക്കെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂപ്രദേശം കൂടിയാണ് ഈ ഫുക്കറ്റും ക്രാബിയും ഒക്കെ. ഏറ്റവും അധികം കയറ്റുമതി ചെയ്യുന്നതും റബ്ബറാണ് ഇവിടെ നിന്ന്. അതുപോലെ തന്നെ ടിൻ മാനുഫാക്ചറിങ്ങിന് പേരുകേട്ട ഒരു സ്ഥലം കൂടിയാണ് ഈ ഫുക്കറ്റ് എന്ന് പറയുന്ന കൊച്ചു ദ്വീപ്. ഇവിടെ കേരളത്തിലേത് എന്ന പോലെ നമുക്ക് ധാരാളം റബ്ബർ തോട്ടങ്ങളും കാണാൻ സാധിക്കുന്നതാണ്. ഒപ്പം ധാരാളം തെങ്ങിൻ തോപ്പുകളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. എങ്ങും മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രകൃതിയാണ് എന്ന് പറയാതെ വയ്യ. വളരെ ജാഗ്രതയോടെ, വളരെ തന്മയത്വത്തോടെ, വളരെ ഡിസിപ്ലിനോടുകൂടി വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഓരോ ഡ്രൈവറെങ്കിലും ഹോർണടിക്കുകയോ ആവശ്യമില്ലാതെ ഓവർടേക്ക് ചെയ്യുകയോ ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുകയില്ല. ഇവിടുത്തെ വണ്ടികൾക്ക് ഹോർൺ എന്നത് വെറുമൊരു അലങ്കാരമാണെന്നേ നമുക്ക് തോന്നുകയുള്ളൂ. കാരണം 5 ദിവസത്തെ ഫുക്കറ്റ് ക്രാബി യാത്രക്കിടയിൽ ഒരിക്കൽ പോലും ഇവിടുത്തെ ഒരു വാഹനത്തിൽ നിന്നും ഒരു ഡ്രൈവർ പോലും ഹോർണടിച്ചത് നാം കേൾക്കുകയുണ്ടായില്ല. അത്രയേറെ ഡിസിപ്ലിനോടുകൂടി, അത്രയേറെ താഴ്മയോടുകൂടി, അത്രയേറെ നൈപുണ്യത്തോടുകൂടി ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർമാരാണ് ഇവിടുത്തെ റോഡിൻ്റെ ഐശ്വര്യം എന്ന് നമുക്ക് പറയാതെ വയ്യ. ഇങ്ങനെ ഇത്രയും തന്മയത്തോടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരുടെ അവർ ഓടിക്കുന്ന വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യുക എന്നത് തന്നെ ഒരു മനോഹരമായ അനുഭവം കൂടിയാണ്. ഇങ്ങനെ നാം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പിന്നെയും ധാരാളം കെട്ടിടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും അതുപോലെ തന്നെ മറ്റ് അനേകം കടകളും ഒക്കെയാണ് നമ്മുടെ ദൃഷ്ടിയിലേക്ക് എത്തിപ്പെടുക. രാത്രിയുടെ യാത്രയുടെ ക്ഷീണം ഉണ്ടെങ്കിലും ഈ പുതിയ പ്രദേശത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണുന്നതിലും ഇവിടുത്തെ കാഴ്ചകളെ വിവരിക്കുന്നതിലും ഒക്കെ
മുഴുകിയിരിക്കുകയാണ് എന്നോടൊപ്പം എൻ്റെ സഹയാത്രികരും. അങ്ങനെ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളും അത്ഭുതപ്പെടുത്തുന്ന കെട്ടിടങ്ങളും വർണ്ണപ്പകിട്ടാർന്ന പ്രകൃതിയും ഒക്കെ കണ്ടുകൊണ്ട് നാം നമ്മുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ ചൈനീസ് ടെമ്പിളിനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നാം ഇപ്പോൾ സഞ്ചരിക്കാൻ പോകുന്നത് ഒരു ടണലിൽ കൂടിയാണ്. കാരണം അത്രയേറെ ട്രാഫിക് ഉള്ളതുകൊണ്ട് വാഹനങ്ങളുടെ സുഗമമായ സഞ്ചാരത്തിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ ടണൽ. അതും കടന്ന് നാം പ്രധാന വീതിയിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ ചൈനീസ് ടെമ്പിളിന് അടുത്തേക്ക് നാം എത്തിച്ചേരുകയാണ്. ടൂറിസ്റ്റ് ഗൈഡിൻ്റെ വർണ്ണനയിൽ നിന്ന് തന്നെ വളരെ മനോഹരമായ വർണ്ണാഭമായ ഒരു ടെമ്പിളാണ് ഈ ചൈനീസ് ടെമ്പിൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. വളരെയേറെ പ്രതീക്ഷയോടെ ആണ് നാം ഈ ടെമ്പിളിൻ്റെ മനോഹാരിത കാണാനും ഇവിടുത്തെ കാഴ്ചകൾ ക്യാമറയിൽ പകർത്താനും ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാനുമായി കാത്തിരിക്കുന്നത്. അങ്ങനെ നാം മുന്നോട്ട് നീങ്ങുമ്പോൾ മനോഹരമായ കാഴ്ചകൾക്ക് ഒപ്പം ഈ ചൈനീസ് ടെമ്പിളിൻ്റെ പ്രധാന കവാടത്തിലേക്ക് നാം എത്തിച്ചേരുകയാണ്. ധാരാളം പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു വിശാലമായ സ്ഥലത്താണ് ഈ ചൈനീസ് ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്നത്. മോങ്കോലിൻ മിറ്റ് ടെമ്പിൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ടെമ്പിൾ വളരെയേറെ മനോഹരമായിട്ടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം അത്രയേറെ വർണ്ണപ്പകിട്ടാർന്ന നിർമ്മിതിയാണ് ഈ ടെമ്പിൾ. മൊങ്കോൽനിമിറ്റ് ടെമ്പിൾ ഒരു ചൈനീസ് ടെമ്പിൾ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ നിർമ്മിതിയും കലാരൂപങ്ങളും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വർണ്ണങ്ങളും ഒക്കെ വളരെയേറെ പ്രത്യേകത നിറഞ്ഞതാണ്. വളരെ ദൂരെ നിന്നും ഏതൊരു കാഴ്ചക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചൈനീസ് ടെമ്പിൾ ആണ് എന്ന് മനസ്സിലാക്കാൻ ഇവിടുത്തെ ചിത്രപ്പണികളും പെയിൻറ്റിങ്ങുകളും ഇതിൻ്റെ സ്ട്രക്ചറും ഒക്കെ ധാരാളം മതി. വളരെയേറെ വിശാലമായ ഈ കമ്പൗണ്ടിനുള്ളിൽ ചൈനീസ് ടെമ്പിളും അതുപോലെ തന്നെ ഇവിടുത്തെ പുരോഹിതന്മാരുടെ വാസഗേഹങ്ങളും ഒപ്പം ഇവിടുത്തെ കുട്ടികൾക്കായി ഇവർ നടത്തുന്ന സ്കൂളുകളും ഹൈസ്കൂളുകളും ഒക്കെയാണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ വിശാലമായ പ്രദേശത്ത് പരന്നു കിടക്കുന്ന വളരെയേറെ സ്ഥാപനങ്ങളുള്ള ഒരു കമ്പൗണ്ടാണ് ഈ ചൈനീസ് ടെമ്പിളിനോട് അനുബന്ധമായി ഇവിടെ നിലനിൽക്കുന്നത്. പഗോഡകളും ധൂപങ്ങളും ഒക്കെ ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ചയാണ്. വരുന്ന യാത്രികർക്ക് വിശ്രമിക്കാനും അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുമുള്ള ധാരാളം സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എങ്ങും വർണ്ണപ്പകിട്ടാർന്ന മനോഹരമായ കാഴ്ചകൾ മാത്രം. സഹയാത്രികരെല്ലാവരും അത്ഭുതത്തോടെ ഇവിടെയുള്ള ഓരോ കാഴ്ചകൾ നടന്ന് കാണുകയും കാഴ്ചകൾ ആവും വിധം തങ്ങളുടെ ക്യാമറയിൽ പകർത്തുകയും ഒപ്പം നിന്ന് സെൽഫി എടുക്കുകയും ഒക്കെ ചെയ്യുന്ന സഹയാത്രികരെയാണ് നമുക്ക് എവിടെയും കാണാൻ സാധിക്കുക. എല്ലാവരുടെയും മുഖത്ത് അത്ഭുതവും സന്തോഷവും മാത്രം. കാരണം അത്രയേറെ മനോഹരമായ കാഴ്ചയാണ് ഈ ചൈനീസ് ടെമ്പിളിൻ്റേത്. അങ്ങനെ ഇവിടുത്തെ മനോഹരമായ ഈ കാഴ്ചകൾ കണ്ട് നാം ഇവിടെ നിന്നും യാത്ര തിരിക്കുമ്പോൾ ഒരു അത്ഭുത സൃഷ്ടി കണ്ട ഒരു സന്തോഷത്തോടെയും അത്ഭുതത്തോടെയും ആണ് നാം ഈ ടെമ്പിളിനോട് വിട പറഞ്ഞ് ഈ ടെമ്പിളിനോട് അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന പഴയ ചൈനീസ് മാർക്കറ്റ് കാണാൻ വേണ്ടി ഇപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇരുവശങ്ങളിലും ധാരാളം ഷോപ്പുകളും സോവനീറുകളും കടകളും ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽക്കുന്ന ധാരാളം ഹോട്ടലുകളും
ഒക്കെ അടങ്ങുന്ന ധാരാളം കടകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വഴിയോരങ്ങളുള്ള ഒരു പ്രദേശമാണ് ഇവിടുത്തെ പഴയ ചൈനീസ് മാർക്കറ്റ്. ചൈനീസ് ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, പല പല രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് ഇറക്കുമതി ചെയ്ത ധാരാളം ഉൽപ്പന്നങ്ങളും സോവനീറുകളും വസ്ത്രങ്ങളും ബാഗുകളും കളിപ്പാട്ടങ്ങളും ടോയ്സുകളും ഒക്കെ നമുക്കിവിടെ ഉള്ള കടകളിൽ ധാരാളമായി കാണാൻ സാധിക്കുന്നതാണ്. മറ്റ് തായ്ലൻഡിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വില അല്പം കൂടുതലാണ്. കാരണം ഒന്നും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല, എല്ലാം ഇവർ മെയിൻലാൻഡിൽ നിന്നും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെയേറെ ദൂരം മെയിൻലാൻഡിൽ നിന്നും ഇങ്ങോട്ട് ട്രാവൽ ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ തീർച്ചയായും വില കൂടുതൽ നമുക്ക് ന്യായമായും പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്. സഹയാത്രികരെല്ലാവരും ഈ അത്ഭുത കാഴ്ചകൾ കണ്ട് ഇവിടെയുള്ള കൗതുക വസ്തുക്കളെയൊക്കെ തങ്ങളുടെ ക്യാമറയിലും മനസ്സിലും പകർത്തി മുന്നോട്ട് നീങ്ങുമ്പോൾ എല്ലാവർക്കും ഇവിടെയുള്ള ബാഗുകളും മറ്റ് സോവനീറുകളും കുട്ടികളുടെ ഉടുപ്പുകളും ഒക്കെയാണ് വളരെയേറെ കൗതുകം ജനിപ്പിക്കുന്നത്. ഒരു കാലത്ത് വ്യാപാരത്തിൻ്റെ കേന്ദ്രമായിരുന്ന ഈ ടൗൺഷിപ്പ് ഇന്ന് പുതിയ ടൗൺഷിപ്പിന് വഴിമാറുമ്പോഴും ഇവിടെ ഉള്ള പ്രാധാന്യം കുറയുന്നില്ല. കാരണം അതുപോലെയാണ് ഇവിടെ വികസിപ്പിച്ചിരിക്കുന്നത്. ഇന്നും ധാരാളം ടൂറിസ്റ്റുകൾ തദ്ദേശീയരായാലും വിദേശീയരായാലും എത്തിച്ചേരുന്ന ഒരിടം കൂടിയാണ് ഇവിടെയുള്ള ഈ ചൈനീസ് ടൗൺ. അങ്ങനെ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് ചെല്ലുമ്പോഴാണ് ഇവിടെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കുക. ഭിത്തിയിൽ ധാരാളം ആർട്ടിഫിഷ്യൽ പൂക്കൾ കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. ഇവിടെ എത്തുന്ന യാത്രികരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്നും ധാരാളം ഫോട്ടോകൾ എടുക്കാനുള്ള ഒരവസരവും ഇവർ ഇവിടെ ഒരുക്കി തരുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് സഹയാത്രികർക്കൊപ്പം ധാരാളം ഫോട്ടോകളൊക്കെ എടുത്ത് എല്ലാവരും ഷോപ്പിങ്ങിനായി ഈ ചൈനീസ് ടൗണിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏതാണ്ട് 1.5 മണിക്കൂർ ഈ ചൈനീസ് ടൗണിൻ്റെ അത്ഭുത കാഴ്ചകൾ കണ്ട് ധാരാളം ഷോപ്പിങ്ങുകളൊക്കെ നടത്തി തിരിച്ച് ബസ്സിലേക്കെത്തി നാം നമ്മുടെ യാത്ര തുടരുകയാണ് ഉച്ചഭക്ഷണത്തിനായി.